നമസ്കാരം. എല്ലാവർക്കും KM മഷ്റൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫ്യൂമിഗേഷൻ പ്രോസസ്സാണ്. പുതുതായിട്ട് ഫാം ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ബെഡുകൾ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ് ഫ്യൂമിഗേഷൻ. ഇത് ഫാമിനകത്ത് ഓൾറെഡി ഉള്ള ബാക്ടീരിയാസിനെയും ഫംഗസിനെയും സൂക്ഷ്മജീവികളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമ്മൾ കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് ഫ്യൂമിഗേഷൻ ചെയ്യുന്നത്. നല്ല രീതിക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഫ്യൂമിഗേഷൻ തന്നെയാണ് ഏറ്റവും നല്ലത്. അതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാൽഡിഹൈഡ് സൊല്യൂഷനുമാണ്. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതേപോലെ ഫോർമാലിൻഡിഹൈഡ് സൊല്യൂഷൻ നമുക്ക് ലാബ് എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന കടകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇതിൽ കെമിക്കലുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഗ്ലൗസ്, മാസ്ക് എന്നിവ ധരിക്കേണ്ടതാണ്. ഒരു പാക്കറ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് 20 ഗ്രാമാണ് ഉണ്ടാവുക. അത് നമ്മൾ 2 ചിരട്ടയിലേക്കോ അല്ലെങ്കിൽ 3 ചിരട്ടയിലേക്കോ നമുക്ക് മാറ്റാം. ചിരട്ടയില്ലെങ്കിൽ നമുക്ക് ഗ്ലാസ്, സെറാമിക് അല്ലെങ്കിൽ പേപ്പർ അങ്ങനത്തെ കപ്പുകളോ പാത്രങ്ങളോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. 360 സ്ക്വയർ ഫീറ്റ് ഫാം സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ 3 പാക്കറ്റ് തന്നെ ധാരാളമാണ്. ഇവിടെ 6 കപ്പുകളിലായിട്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഫാമിനകത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഫോർമാലിൻഡിഹൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ കപ്പുകൾ ഫാമിന് അകത്ത് എല്ലായിടത്തും ഒരുപോലെ സ്മോക്ക് എത്തുന്ന രീതിക്ക് വേണം നമ്മൾ വെക്കാൻ. പരമാവധി തുല്യ അകലത്തിൽ എല്ലായിടത്തുമായിട്ട് വെക്കുക. ഇതിനകത്തേക്ക് ഇനി ഫോർമാലിൻ ആഡ് ചെയ്താൽ അപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് നീരാവിയായിട്ട് ഫോർമാലിൻ മുകളിലേക്ക് വരും. ഇത് ശ്വസിക്കാൻ നിൽക്കരുത്. ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടും. അതുപോലെ കണ്ണിലായി കഴിഞ്ഞാൽ കണ്ണ് നീറും. കുറച്ച് നേരത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ സ്മോക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കപ്പിലും വേഗം ഫോർമാലിൻ വെച്ച് ആ റൂമിനകത്ത് നിന്ന് പുറത്തിറങ്ങി വാതിലടക്കേണ്ടതാണ്. ഫ്യൂമിഗേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഫ്യൂമിഗേഷൻ ചെയ്ത് പരിചയമുള്ള ആളുകളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. ഇതിന് ശേഷം 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ആ ഫാമിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. കയറിയതിന് ശേഷം ആ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്കവിടെ പുതിയ ബെഡുകൾ വെക്കാവുന്നതാണ്. സാധാരണ ഫാമിൽ ഓരോ ബാച്ച് കഴിയുമ്പോഴും നമ്മൾ ഈ പ്രോസസ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. ഹൈടെക് ഫാം ആകുമ്പോൾ നമുക്ക് അതിനകത്ത് അത്രയും കണ്ടാമിനേഷൻ വരാത്തത് കാരണം നമുക്കതൊരു 1 വർഷത്തിലോ അല്ലെങ്കിൽ 1.5 വർഷത്തിലോ ഒരിക്കൽ ചെയ്താൽ മതിയാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു കർഷകരിലേക്ക് പരമാവധി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക.